ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ ഇത് ഒരു പായസത്തിൻ്റെയൊക്കെ ഒരു മോഡലാണ്, പക്ഷേ അത്രയൊന്നും സമയം നമുക്കിതിന് എടുക്കില്ല. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമുക്കൊരു ഡെസേർട്ടായിട്ടൊക്കെ കഴിക്കാം. അപ്പോൾ ഇതിനെന്തെല്ലാം വേണമെന്ന് നമുക്ക് നോക്കാം. ഇതുപോലുള്ള റെസിപ്പികൾ ലഭിക്കാനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യൽ ഫ്രീ ആണ്. ഇതോടൊപ്പം വരുന്ന ബെൽ ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാലാണ് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലോട്ട് നമുക്ക് ഒരു 2 സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നെയ്യ് ചേർക്കുക, അതാണ് നമുക്ക് ടേസ്റ്റ് കിട്ടുക. നെയ്യ് ഉരുകി കഴിയുമ്പോൾ നമുക്ക് അതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ നീളത്തിലരിഞ്ഞ കനം കുറച്ച് അരിഞ്ഞേക്കണ സവാള 1 ഗ്ലാസോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മെഷർമെൻറ്റ് കപ്പാണെങ്കിൽ 1 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ, ക്രിസ്പി ഒന്നും ആവണ്ട, നന്നായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്കതിലോട്ട് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കാഷ്നട്ടും ചേർത്ത് കൊടുക്കാം. അതിൻ്റെയൊക്കെ അളവെന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്, നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട്, ഇത് സവാളയും അതുപോലെ തന്നെ മുന്തിരിയും അണ്ടിപ്പരിപ്പും ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം, മുന്തിരിയൊക്കെ നന്നായിട്ട് വീർത്ത് അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പൊക്കെ നന്നായിട്ട് റോസ്റ്റായി വന്നതിന് ശേഷം നമുക്കതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനൊരു 2 ഗ്ലാസ്, സാധാ ഗ്ലാസ് ആണെങ്കിൽ 2 ഗ്ലാസ്, മെഷർമെൻറ്റ് കപ്പാണെങ്കിൽ ഒരു 2 കപ്പ് വെള്ളം ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കണ സമയത്താണ് നമ്മൾ ഇതിലോട്ട് സേമിയ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് അതിലോട്ട് സേമിയ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 2 ഗ്ലാസോളം സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സെയിം അളവ് വെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. സേമിയ എത്രയാണോ എടുക്കുന്നത് അതേ അളവ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല, ഒരുപാട് ആവരുത്. ഇനി നമുക്ക് അടച്ച് വെച്ചത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം, കാരണം നമ്മൾ ഒരുപാട് വെള്ളം ഇതിലൊക്കെ ഒഴിച്ചിട്ടില്ല. ഈ ഒരു വെള്ളത്തിലിരുന്ന് നന്നായിട്ട് നമ്മുടെ സേമിയ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ സേമിയ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അടച്ച് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് കുക്കായി കിട്ടും. അപ്പോൾ ഈ ഒരു വെള്ളം കറക്റ്റാണ്. ഇതിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഇത് വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് പാലാണ്. അപ്പോൾ ഞാൻ 1 ഗ്ലാസോളം പാലാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഞാനിതൊരു ഡെസേർട്ട് മാതിരി, ഒരു എന്താ പറയുക, നമ്മൾ സ്പൂണിൽ കോരി കഴിക്കാൻ പാകത്തിനാണ് ഈ ഒരു റെസിപ്പി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് പായസം മാതിരി തന്നെ കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ചും കൂടെ കുട്ടികൾക്കൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഴിക്കാൻ തോന്നും. ഇതൊരു നല്ല ക്രീമി ടെക്സ്ചറിൽ നമുക്കത് അവസാനം കിട്ടും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ, നിങ്ങൾക്കത് ലൂസിൽ വേണമെങ്കിൽ കുറച്ചും കൂടെ പാല് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ പാല് ചേർക്കും തോറും നല്ല ടേസ്റ്റിൽ ഇത് കിട്ടുകയും ചെയ്യും. പിന്നെ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഞാനൊരു 3/4 ഗ്ലാസോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് പഞ്ചസാര വേറെ എക്സ്ട്രാ ചേർക്കുന്നില്ല, കാരണം അത്യാവശ്യം നല്ല മധുരം ഇതിന് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 സ്പൂണോളം ഏലക്കാപ്പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാനില എസൻസിൻ്റെ ഫ്ലേവർ കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാം കേട്ടോ. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി കുട്ടികൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത. അപ്പോൾ നിങ്ങളത് ചേർത്ത് നോക്കാം. അപ്പോൾ ഞാൻ ഈ കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നതുകൊണ്ട് ഞാൻ പഞ്ചസാര ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ആ മധുരം പോരാ എങ്കിൽ, അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നാലാണ് നമ്മുടെ മധുരം കറക്റ്റായിട്ട് വരുള്ളൂ. അത് ഓരോരുത്തരും മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇവിടെ നല്ല തിക്കായിട്ട് തന്നെയാണ് ഇത് എടുക്കണുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, സ്പൂണിലൊക്കെ കോരി കഴിക്കാൻ പാകത്തിനാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ഈ കണ്ടൻസ് മിൽക്കും ആ പാലൊക്കെ കൂടി നന്നായിട്ട് ഇതൊന്നും കൂടെ തിക്കായിട്ട് വരും. അപ്പോൾ കറക്റ്റ് നമുക്ക് സ്പൂണിൽ കോരി കഴിക്കാൻ പാകത്തിനായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതേ നമ്മൾ സെർവിങ് പ്ലേറ്റിലേക്ക് നമ്മൾ മാറ്റുവാണ്. ഈ ഒരു ടെക്സ്ചറിലാണ് അവസാനം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല തിക്ക് വേണ്ട, ലൂസാണെങ്കിൽ നിങ്ങൾ പാലതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള റെസിപ്പീസായിട്ട് വീണ്ടും വരാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.